അവസാന ദിവസവും ഡൽഹിയെ ഇളക്കിമറിച്ചുള്ള പ്രചാരണത്തിലാണ് പാർട്ടികളെല്ലാം തന്നെ. ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് മറ്റന്നാൾ. റിപ്പോർട്ട് കാണാം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളായിരുന്നു പാർട്ടികൾ ചർച്ചയാക്കിയത്. ആം ആദ്മി പാർട്ടിക്കെതിരെ മദ്യനയ അഴിമതി കോൺഗ്രസും ബി.ജെ.പിയും ആയുധമാക്കി. ബി.ജെ.പിക്കെതിരെ യമുനാ നദിയിൽ ഹരിയാന വിഷം കലർത്തി എന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണം പാർട്ടിക്ക് തന്നെ വിനയായി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെ അരവിന്ദ് കെജ്രിവാൾ കുരുക്കിലായിരുന്നു. സൗജന്യ വൈദ്യുതി, വെള്ളം, വിദ്യാഭ്യാസ രംഗത്തു വരുത്തിയ മാറ്റങ്ങൾ ഇതൊക്കെ വീണ്ടും തുണയ്ക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മോദി പ്രഭാവം തന്നെയാണ് ഡൽഹിയിലും ബി.ജെ.പിയുടെ ആശ്രയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പ്രചാരണങ്ങളിൽ ഇറങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചു. ആം ആദ്മി പാർട്ടി എന്ന് പറയാതെ ആപ്ത പാർട്ടി അഥവാ ദുരന്ത പാർട്ടി എന്നായിരുന്നു മോദിയുടെ പ്രചാരണത്തിലുടനീളമുള്ള പരിഹാസം. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ കൂടുതലായുള്ള ഡൽഹിയിൽ പാർട്ടിക്ക് കരുത്താകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഡൽഹിയിലെ മലയാളി വോട്ടുകൾക്കായി കേരളത്തിൽ നിന്നുള്ള നേതാക്കളും പാർട്ടികൾക്കായി പ്രചാരണത്തിനിറങ്ങിയതും തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായി. ആം ആദ്മി പാർട്ടിയുടെ സൗജന്യങ്ങളിൽ ഡൽഹി ജനത ഒപ്പം നിൽക്കുമോ അതോ മാറ്റം പരീക്ഷിക്കുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. 24 ഡൽഹി. യെസ്, അപ്പോൾ അതാണ് ഡൽഹിയിലത്തെ വിശേഷങ്ങൾ.